ഇന്നിവിടെ പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ വിഷുവാണ് വരുന്നത്. അടുത്ത ആഴ്ച വിഷുവാണ്. വിഷുക്കണിയാണ് ഏറ്റവും വലിയ പ്രധാനം നമുക്ക് അല്ലേ. ആ വിഷുക്കണി ഒരുക്കുമ്പോൾ നമ്മൾ കുളിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ വിഷുക്കണി കാണുന്നതിന് മുന്നേ കുളിച്ചിട്ട് വേണോ കണി കാണാമെന്ന്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും വീട്ടിലെ മുതിർന്നവരാണല്ലേ വിഷുക്കണി ഒരുക്കുക. ആ ഒരുക്കുന്നവർ ദേഹശുദ്ധി വരുത്തി രാത്രി തന്നെ തലേ ദിവസം, നാളെ വിഷുവാണെങ്കിൽ ഇന്ന് തലേ ദിവസം തന്നെ രാത്രി പണിയെല്ലാം കഴിഞ്ഞ് ശരീരശുദ്ധി ചെയ്ത ശേഷം ആ കണി ഒരുക്കുന്നതാണ് വളരെ നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ കുളിക്കാനൊന്നും കഴിയുന്നില്ല വെച്ചാൽ കൂടെ കൈകാലിൽ മുഖമൊക്കെ കഴുകി മേലൊക്കെ കഴുകി നമ്മൾ അത്ര നേരം ജോലി ചെയ്തിരുന്ന ഡ്രസ്സുകൾ മാറി ഒരു അലക്കിയ ഡ്രസ്സ് ധരിച്ച ശേഷം ആ കണി ഒരുക്കി വെക്കുക. കണി ഒരുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കണികളിലും എല്ലാ കാര്യങ്ങളും ചെയ്ത് വിളക്ക് കത്തിക്കാൻ എല്ലാ സൗകര്യത്തോടുകൂടി എണ്ണ തിരിയൊക്കെ ഇട്ട് വെച്ച് അഞ്ച് തിരി ഇട്ട് വെക്കണം. അപ്പോൾ ആ 5 മുകളിൽ തിരിയാണ് ഇട്ട് വെക്കണം. അപ്പോൾ ആ തിരി എല്ലാം ഇട്ട് വെച്ച് തീപ്പെട്ടി അടുത്ത് വെച്ച് പിറ്റേ ദിവസം കാലത്ത് കണി കാണുമ്പോൾ വീട്ടിൽ മുതിർന്ന ആരാണോ കണി ഒരുക്കിക്കണം, അല്ലെങ്കിൽ മുതിർന്നവർ ആരാണോ അവരാണ് പോയി വിളക്ക് കത്തിച്ച് മറ്റുള്ളവരെ കണി കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോഴും ഈ മുതിർന്ന ആൾ എല്ലാം ഒരുക്കി വെച്ച് അവർക്കാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നതും ചെയ്യുന്നതും അല്ലേ. അപ്പോൾ അവരും ഇതേമാതിരി പോയി കുളിച്ചിട്ട് വിളക്ക് കൊളുത്തുന്നതാണ് ഏറ്റവും നല്ലത്. അവർ കുളിച്ച് വിളക്ക് കൊളുത്തിയ ശേഷം മറ്റുള്ളവരൊന്നും കുളിക്കണമെന്നില്ല. നേരെ കണ്ണ് മൂടി വന്ന് ആ കണി കണ്ട് തൊഴുതാം. അവരത് വിളക്കോ തൊടുവോ അല്ലെങ്കിൽ ഭഗവാനെ തൊടുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അവർ അകലെ നിന്ന് കണി കാണുകയാണ്, അല്ലെങ്കിൽ തൊടാതെ കണി കാണുകയാണ്. അപ്പോൾ അത് നമ്മൾ കണ്ണും പൊത്തി കൊണ്ടുപോയി അവരെ കണി കാണിക്കാം. അപ്പോൾ കണി കാണിക്കുന്നവരും കണി വയ്ക്കുന്നവരും ദേഹശുദ്ധി ചെയ്തിട്ട് വിളക്ക് കത്തിക്കണം. അതുമാതിരി തന്നെ കണി ഒരുക്കുന്നതും വളരെ നല്ലത് കേട്ടോ.